ഹായ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ഈ കർക്കിടക മാസത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നവരെ കുറിച്ച്. അപ്പോൾ അവരെ ഒന്നും കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ. മണിച്ചേട്ടാ, ആ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. തുടക്കം കുറിക്കുകയാണോ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി? തുടക്കമല്ല, ആ. 2 ദിവസമായി. 2 ദിവസമായില്ലേ? ഞാനപ്പോ വരാൻ കുറച്ച് വൈകിപ്പോയി. അപ്പൊ നമുക്ക് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരുന്നു? 7 ദിവസത്തെ പരിപാടിയാ. 7 ദിവസത്തെ പരിപാടി. നമ്മൾ കർക്കിടക മാസത്തിലാണല്ലോ ഇത് കഴിക്കണത്. അതെ. അപ്പൊ എന്തൊക്കെ കൂട്ടുകളാണ് എന്തൊക്കെയെന്ന് എല്ലാവർക്കും കൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് മരുന്ന് ഇടിച്ച ആ മരുന്നുകൾ, അതായത് ഒരു 42 കൂട്ടം മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ നമ്മളിപ്പോ ഉരലിലിട്ട് ഇടിച്ച് ആ മരുന്ന് നമ്മള് ആ ലായനി, ആ വെള്ളമാണ് നമ്മളിപ്പോ ഇതിലേക്ക് ചേർക്കുന്നത്, ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അരിച്ചൊഴിക്കാണ്. അപ്പൊ ഏകദേശം നമുക്ക് ഈ പാത്രത്തിന്റെ ഒരു 3/4 ഭാഗത്ത് കൂടുതൽ വെള്ളം വേണം. കാരണം അതാ മരുന്ന് വെള്ളമാണ്. അതിലേക്കാണ് പിന്നെ നമ്മൾ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഇടുന്നത്, ചേർക്കുന്നത്. നമുക്കിപ്പോ ഏകദേശം എത്ര ലിറ്ററോളം വരും? നമുക്ക് ഒരു ചെമ്പാണ് ഉണ്ടാക്കാറ്. ഒരു ചെമ്പ് ഈ ഒരു ചെമ്പിൽ ഒരു 200 ലിറ്റർ മരുന്ന് കഞ്ഞി വരും. നമ്മൾ ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന 1 ലിറ്റർ ആയിട്ടല്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് അല്ലത്. ബിസിനസിന്റെ ഒപ്പം തന്നെ നമുക്ക് ആളുകളെ ഈ കർക്കിടക മാസത്തിലെ കഞ്ഞി കുടിപ്പിക്കുക. കാരണം ഇപ്പോഴത്തെ ഈ ആധുനിക യുഗത്തിൽ ആർക്കും അറിയില്ല മരുന്ന് കഞ്ഞിയുടെ പ്രാധാന്യത്തെ കുറിച്ച് അറിയില്ല. മരുന്ന് കഞ്ഞി ആർക്കും വലിയ പരിചയമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അമ്മമാരാണ് ഞങ്ങളുടെ പ്രചോദനം. അപ്പൊ അവരുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മരുന്ന് കഞ്ഞി വെക്കുന്നത്. പഴയ തലമുറ നിലനിർത്തിക്കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കണം. അതുമാണ് ഞങ്ങളുടെ മുഖ്യ ഒരു ലക്ഷ്യം. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ധനം കിട്ടും. അതുണ്ടാവും. കാരണം ഈ ബുദ്ധിമുട്ടിന് ചെറിയൊരു ഞങ്ങളുടെ സംഘടനയാണ് ഇത് സംഘടിപ്പിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തകരാണ് ഈ കാണുന്ന എല്ലാവരും. അപ്പൊ എല്ലാവരുടെയും നിസ്സീമമായ പ്രവർത്തനം ഇതിലുണ്ട്. അപ്പൊ ഏകദേശം ഇത്രം വരുന്ന ഒരു 42 കൂട്ടം മരുന്ന് ഇടിച്ച് പിഴിഞ്ഞ് ആ പിഴിഞ്ഞ മരുന്നാണ് ഞങ്ങൾ ഇപ്പൊ ഈ ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മരുന്ന് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ മുമ്പേ ഈ മരുന്നിന്റെ പിന്നില് ഞങ്ങൾക്ക് പ്രചോദനം എന്ന് പറയുന്നത് ഇവരുടെ ഒരു അമ്മയാണിത്. ഇവരാണ് ഞങ്ങൾക്ക് ഈ മരുന്നുകൾ പറഞ്ഞു തന്നത്. കാരണം നമുക്കൊന്നും അറിയില്ല എന്തൊക്കെ മരുന്നുകളാണ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇവരാണ് ആ മരുന്നിനെ പരിചയപ്പെടുത്തുക. അപ്പൊ അമ്മേനാണ് ആദ്യം പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ പ്രായം കൂടിയ അമ്മയാണ്. ഞങ്ങള് പുത്തൻകാരി ചേച്ചി വിളിക്കും. യഥാർത്ഥ പേര് കാർത്തികേശനാണ്. തൊട്ടടുത്ത് തന്നെ വീട്. ഞങ്ങളുടെ സംഘടനയിലുള്ളതാണ്. അപ്പൊ ഇവരൊക്കെയാണ് പ്രായമായ ആളുകൾ. ഇവരുടെ പ്രചോദനമാണ് ഞങ്ങൾക്ക് ഈ മരുന്നിലേക്ക് വരാനുള്ള ഒരു വഴി ഉണ്ടായത്. അപ്പൊ ഈ ഞാൻ പരിചയപ്പെടുത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് ഇതിന്റെ ഞാൻ പറഞ്ഞ നടക്കാൻ. അല്ലാതെ എനിക്ക് മരുന്നൊന്നും അറിയില്ല. അപ്പൊ അമ്മയ്ക്ക് ആ പറയാനൊരിത്തിരി ഉള്ളത് കൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ആടലോടകം എന്ന് പറയും. ഇത് എല്ലാവർക്കും അറിയാം. കുട്ടികൾക്കൊക്കെ ഇത് വാട്ടി പിഴിഞ്ഞു കൊടുക്കുന്ന സാധനമാണ്. അതാണ് ഒരു ഇൻഗ്രീഡിയൻസ്. മറ്റൊന്ന് ഇത് നമ്മള് ഉപയോഗിക്കുന്ന ചെറുള. ഇത് നമ്മുടെ ഈ മരണച്ചടങ്ങുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണ്. അത് ഒരു മരുന്നാണ്. ഇത് പൂവാങ്കുരുന്ന് ഇതിന്റെ മറ്റൊരു ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇതിന്റെ ഇത് പറയുന്നത് ഇത് സാധാരണ ഓണത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇതൊരു മരുന്നാണ്. ഇപ്പോഴത്തെ ആളുകൾക്ക് ഇത്തിരി അറിയില്ല. പിന്നെ ഈ പറയുന്ന ഇപ്പൊ അമ്മ എടുത്ത് തന്നത് ഇത് കണ്ടോ, ഈ വള്ളി പോലെ ഇരിക്കുന്നത് വള്ളിയൊഴിഞ്ഞാന്ന് പറയും. അതായത് ഈ മരുന്ന് കഞ്ഞിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. കാര്യം ഇതിൽ ഒരുപാട് ജലാംശമുണ്ട്. അപ്പൊ ഈ വള്ളി ഒഴിഞ്ഞാണ് ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയൻസ്. അത് കൂടുതൽ വേണം ഞങ്ങൾക്ക്. അതാണ് കൊണ്ടുവരുന്നത്. ഇത് തൈതാമ. അതും ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ശാസ്ത്രീയ നാമം എനിക്കറിയില്ല. പക്ഷെ നമ്മൾ 2 തരത്തിൽ അറിയപ്പെടും. ആനപ്പരിയിൽ എന്ന് പറയും, മരം കയറി എന്നും അറിയപ്പെടും. ഇക്കയും കണ്ടോ ഈ അടയ്ക്കാമത്തെന്നൊക്കെ പറ്റി പിടിച്ച് കയറിയിരുന്ന സാധനം അത് നമുക്ക് വലിച്ചെടുക്കാം. അത് ആനപ്പരിയില്. മറ്റൊന്ന് ഇത് മുയൽച്ചെവി. അമ്മ എടുത്ത് തന്നെ ഈ സാധനം മുയൽച്ചെവി എന്ന് പറയും. ഇത് സാധാരണ നമ്മൾ ഈ പനിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് മുയൽച്ചെവിയെ. പിന്നെ നമ്മളിപ്പോ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഈ ചെറുകടലാടി എന്ന് പറയും. ചെറുകടലാടി. അതെ, ഇത് കൊടലുരുക്കി. ഇത് മുപ്പിരിയനാണ്. ഇത് മതിലിനൊക്കെ പടർന്നു കയറുന്നതാണ്. അതുപോലെ കീഴാർനെല്ലി ഉണ്ട്. ഞാൻ എനിക്ക് കാണിച്ചു തരാം. സാധാരണ ഇത് കണ്ടെത്തലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്ഥലങ്ങളിൽ ജനപ്പെരുപ്പവും കാര്യങ്ങളും കാരണം എല്ലാവരും വീടൊക്കെ വെച്ച് പറമ്പുകളൊക്കെ പോയി തുടങ്ങിയിരിക്കുകയാണല്ലോ. ഇത് കീഴാർനെല്ലി. ഇത് എന്തിനാ വെച്ചാൽ മഞ്ഞപ്പിത്തത്തിന് ബെസ്റ്റാ. പച്ചമരുന്ന്. അതായത് ഇത് ഒരു 21 ദിവസം വെറും വയറ്റിന്റെ സമൂലം എടുത്ത് അരച്ച് കലക്കി കുടിച്ചാൽ 21 ദിവസം കഴിച്ചാൽ പിന്നെ മഞ്ഞപ്പിത്തം വരില്ല. ഞാൻ അതിന്റെ കാരണം ഇപ്പൊ
ഈ മരുന്നുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നത്തേക്കും മരുന്നുകളൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇനിയിപ്പോ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ തവണ ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങളുടെ മരുന്ന് മേടിക്കാൻ വരുന്ന ആളുകൾ വരെ ഞങ്ങളെ ഈ മരുന്ന് ഒന്ന് സഹായിക്കുന്നുണ്ട്. ഒരു വലിയൊരു വിജയമാണ് ഞങ്ങൾ. കാരണം അല്ല, അവർക്കൊക്കെ ഒരുപാട് പറമ്പുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഞങ്ങളോട് വന്ന് ഇവിടെ 1-2 ചേട്ടന്മാർ വന്ന് ചോദിച്ചു മരുന്ന് വേണോന്ന്. അപ്പൊ അവര് വൈകുന്നേരങ്ങളിൽ വരുമ്പോ മരുന്ന് കൊണ്ടുവരും. അങ്ങനെ അവരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ശരിക്കും ഒരു ജനകീയമായ ഇത് ഒരു കൂട്ടായ്മ. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കരിങ്കുറിഞ്ഞിണ്ട്, പല മരുന്ന് വരാനുണ്ടോ, കുറച്ചും വന്നിട്ടില്ല. അപ്പൊ ഇനി ഇത് നാളത്തേക്കുള്ള സാധനമാണ്. അതെ, ഇപ്പൊ ഈ നടക്കുന്ന പ്രോസസ് ഒക്കെ ഇന്നത്തേക്കുള്ളത്. അപ്പൊ ഞാൻ പിന്നെയും പറയ ഞങ്ങളുടെ പ്രചോദനം ഇതാണ്. പ്രചോദനം ഒരു പഴയ തലമുറ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കും. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയാതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മരുന്ന് വെള്ളം വട്ടയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നീട് അതിലേക്ക് ഇടുന്ന സാധനങ്ങളാണ്, മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഇരിക്കുന്നത്. നമ്മൾ ആദ്യം ചേർക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഉലുവയാണ്. ഇത് നമ്മൾ കഴുകി ആദ്യം ഇടും. അതിനുശേഷം ഇടുന്ന ആശാളി. ഇതാണ് ആശാളി. അതിനുശേഷം ഇടുന്നതാണ് നമ്മൾ ഞവരരി എന്ന് പറയും. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട അരി എന്ന് പറയുന്നത് ഞവരയാണ്. ഞവര മാത്രമായിട്ട് നമുക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടെ ഉണക്കലരി കൂടി ചേർത്ത് വെക്കും. പിന്നെ അതിൽ ചേർക്കുന്ന സാധനം വട്ടുകായ. അവസാനം നമ്മൾ ജീരകം വറുത്ത് പൊടിച്ച് ചേർത്ത്. ഇപ്പൊ ഇവിടെ തേങ്ങ എടുത്തിട്ടില്ല, തേങ്ങയും കൂടി ഇട്ട് അവസാനം മേമ്പൊടി എന്ന നിലയ്ക്കാണ് നമ്മൾ ജീരകം പൊടിച്ച് ചേർത്ത്. അത് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി മുപ്പിച്ചിടും. അത് കഴിയുമ്പോൾ കഞ്ഞി റെഡിയാവും. മരുന്ന് കഞ്ഞി സമ്പൂർണ്ണമായി. പിന്നെ നമുക്കത് വിൽപ്പനയ്ക്ക് തയ്യാറാവും. ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ പ്രോസസ്സ്. ഇതിൽ നിൽക്കുന്ന എല്ലാ പ്രവർത്തകരും ഞങ്ങളുടെ ആളുകളാണ്. ഇവരെല്ലാവരും ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങള്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ അരച്ചിടിഞ്ഞു വീഴ്ച വെള്ളമാണ് ഇത്. ആ വെള്ളം ഇപ്പൊ തിളച്ചു. നമ്മളിനി നേരത്തെ കാണിച്ച ആ ഇൻഗ്രീഡിയൻസ് ഉലുവ, ഞവരേരി, അത് 1 by 1 ആയിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകണം. ആദ്യമായിട്ട് ഇടുന്നത് ഉലുവയാണ്. ആദ്യത്തെ ചേരുവ എന്ന് പറയുന്നത് ഉലുവയാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് ഞവരരിയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അരിയാണ് ഞവരരി. അതൊക്കെ നമ്മൾ ഇടാൻ പോവാണ് രണ്ടാമതായിട്ട്. ഇട്ടിട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ആശാളി എന്ന് പറയും. അതാണിപ്പോൾ ഇടാൻ പോകുന്നത്. മൂന്നാമതായിട്ട് ആശാളിയാണ് ഇടുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഇനിയിപ്പോൾ നമ്മൾ 3 ഐറ്റം നമ്മൾ ഇതിലിട്ടു. അതായത് ഉലുവ, ഞവരരി, അതുപോലെ തന്നെ ആശാളി. ഇപ്പം ഇനി 4മതായിട്ട് ഇടാൻ പോകുന്നത് ഉണക്കലരിയാണ്. ഇനി ഇത് ഇങ്ങനെ കിടന്ന് തിളച്ച് വെന്ത് വരണം. ഉണക്കലരി ഏകദേശം എത്ര കിലോളം ഉണ്ടാവും? ഇതിപ്പോൾ നമ്മൾ ഇന്നൊരു 15 കിലോ ഇടുന്നുണ്ട്. കാരണം എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇത് വാങ്ങാൻ വരുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് തന്നെ ആ വീഡിയോസ് കണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ദൂരെ നിന്നൊക്കെ വിളിച്ചു ചോദിച്ച് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇത് ചില സമയത്ത് നമുക്ക് ഇവിടെ ഞങ്ങൾ ഈ പണിയെടുക്കുന്നവർക്ക് കഴിക്കാൻ തന്നെ തയ്യാറില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല സെയിലും ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇക്കയുടെയൊക്കെ ഒരു ആ സഹായം വലിയ രീതിയിൽ തന്നെ ഞങ്ങളെ ഒരു പ്രചോദനം തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ അരി ഇട്ടതിന് ശേഷം ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലായി. അപ്പോൾ ഇപ്പോൾ ആ അരി വെന്ത് പാകമായി. നമ്മൾ അവസാനത്തെ ചേരുവകൾ ചേർക്കുകയാണ്. ആദ്യമായിട്ട് ചേർക്കുന്നത് വെളുത്തുള്ളി അടിച്ചു വെച്ചിട്ടുണ്ട്, അതാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് വട്ടുകായ. നമ്മൾ തലേദിവസം തന്നെ പൊട്ടിച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചൊക്കെയാണ് അത് അടിച്ച് പേസ്റ്റാക്കി. അതാണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് 3മതായിട്ട് തേങ്ങ ചിരണ്ടി അടിച്ചു വെച്ച തേങ്ങയാണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് ഇളക്കി തിളപ്പിച്ച് ഇത് കുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പം നമ്മൾ ലാസ്റ്റ് ചേർക്കണതാണ്, മേമ്പൊടിയായിട്ട് ചേർക്കുന്നതാണ് ജീരകം വറുത്ത് പൊടിച്ചത്. ആണിപ്പോൾ ഇനി ചേർക്കാൻ പോകുന്നത്. ഇവിടെയും ചേർത്ത് കഴിഞ്ഞാൽ മരുന്ന് കഞ്ഞിയിലേക്കുള്ള എല്ലാ മരുന്നുകളും ആയി. അപ്പോൾ നമ്മുടെ മരുന്ന് കഞ്ഞി ഇപ്പോൾ എല്ലാ ചേരുവകളും ചേർത്ത് ഇപ്പോൾ മേമ്പൊടിയായിട്ട് പൊടിച്ച ജീരകപ്പൊടിയും ചേർത്ത് ഇനി നമ്മളിത് ഓഫ് ചെയ്യാൻ വേണം. അതിനുശേഷം നമ്മളിതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് വറുത്തിടും. അതോടുകൂടി നമ്മുടെ മരുന്ന് കഞ്ഞി സമ്പൂർണ്ണമായി. ഇതാണ് ഒരു ദിവസത്തെ മരുന്ന് കഞ്ഞി.
പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയിൽ ശ്രീമൂലകരം എന്ന പഞ്ചായത്തിൽ പട്ടൂർക്കുന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു മരുന്ന് കഞ്ഞി അത് മേടിക്കാൻ വന്നേക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സംഭവങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എടുത്ത വീഡിയോ. നമുക്ക് ഏകദേശം എത്ര ദിവസങ്ങളാണ് ഇത് ഉണ്ടാവുന്നത് സാധാരണ? നിങ്ങൾ കർക്കിടകം 1 മുതൽ 7 ദിവസം. 7 ദിവസം. അതെ, 17 മുതൽ ഇന്ന് 5 ദിവസമായി. ഇനി 5 ദിവസമായി. ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ പ്രാവശ്യം മേടിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ അടുത്തൊന്നും മേടിക്കാൻ പറ്റും. കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ സാധനം തികഞ്ഞെന്ന് വരില്ല. ഏകദേശം എത്ര ലിറ്ററോളം ഉണ്ടാക്കുന്നുണ്ട് നമ്മളൊരു 200-250 ലിറ്റർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. 250 ലിറ്റർ. പക്ഷെ ഇതിലൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ 250 ലിറ്റർ നമ്മുടെ കണക്കിലുണ്ടായി നമ്മൾ അംഗങ്ങൾക്ക് ഈ ആളുകൾ കൊടുക്കുന്നത് 1 ലിറ്റർ ആയിട്ടല്ല. അല്ല, നമ്മൾ അങ്ങനെ ഒരു അളവിനായിട്ടല്ല. അവർ മേടിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. 1.5 ലിറ്റർ അടക്കം അവർക്ക് കിട്ടും. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു ബിസിനസ് ആയിട്ടല്ല. കുറച്ച് നമ്മൾ ഇതൊരു സംഘടന നടത്തുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഇൻകം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഒരു സേവനം. അപ്പൊ നമ്മളിത് പറയാനുള്ള കാരണം നമ്മൾക്ക് ഇപ്പൊ ലൈവായിട്ട് ഞാൻ കണ്ടൊരു സംഭവമാണ് ഇത്. ഇവര് ഈ പച്ചമരുന്നുകളൊക്കെ ഉണ്ടാക്കി ഒരു എക്സ്ട്രാ ഒരു സാധനങ്ങളൊന്നും മിക്സ് ചെയ്യാത്തൊരു സംഭവം. നമ്മൾ അതിൽ നമുക്കും വിശ്വാസം വന്നു. അപ്പൊ ഇതുപോലെയൊക്കെ നമ്മൾ പല പല കൂട്ടുകൾക്ക് നമ്മൾക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ ഇതുപോലത്തെ ഒരു എല്ലാം അടങ്ങിയ ഒരു മരുന്ന് സംഭവം, ഒരു കഞ്ഞി. അപ്പൊ നമുക്ക് ചേട്ടനൊക്കെ വിളിക്കാൻ പറ്റിയ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റും? 73-06-59-84-10 ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ കിട്ടും. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ. ഓക്കെ, താങ്ക് യു.